യേശുവിൻ്റെ ശിഷ്യന്മാരുടെ യാത്രയെ തടുക്കാൻ പടകിനടിച്ചത്. സ്തോത്ര. ഗദരദേശത്ത് മൈറ്റി മിനിസ്ട്രി ചെയ്യാൻ യേശു യാത്ര തിരിക്കുകയാണ്. ആ യാത്രയ്ക്ക് വേണ്ടിയാണ് ശിഷ്യന്മാരെ അവർക്ക് മുന്നാടിയായി അയച്ചത്. ആ പട്ടണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുക. എന്നാൽ യേശു പ്രാർത്ഥിച്ചതിന് ശേഷം കടലിന് മീതെ യേശു നടന്നു വരികയാണ്. അവൻ 4-ാം യാമത്തിൽ കടലിന് മീതെ നടന്നു വരുമ്പോൾ പടകിൽ തിരയിളക്കമുണ്ട്. പടക് നശിക്കുന്നൊരു അനുഭവത്തിലൂടെ കടന്നു പോകുകയാണ്. യേശു കടലിന് മീതെ നടന്നു വന്നിട്ട് അവരുടെ പടകിൽ കയറി ആ കാറ്റ് അമർത്തുവാൻ ഇടയായി തീർന്നു. ഞാൻ അഭിഷേകത്തോടെ പറയാ, കാരണം മറ്റൊന്നാണ്. മിനിസ്ട്രി വിജയിക്കില്ലെന്ന് പിശാച് ആഗ്രഹിക്കുന്നത്. ചെയ്തോ, പക്ഷെ മിനിസ്ട്രി വിജയിക്കരുത്. ഇന്ന് പകൽ ഞാൻ അഭിഷേകത്തോടെ പറയാ, ഫസ്റ്റ് മിനിസ്ട്രി തന്നെ നിന്നെ പുറത്താക്കുന്നതാ. ഒരു പട്ടണത്തിൽ യേശു കയറിയപ്പോൾ ആ പട്ടണത്തിലെ ഫസ്റ്റ് മിനിസ്ട്രി, ആ പട്ടണത്തിൽ അധിവസിച്ച പൈശാചിക മേഖലകളെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുകയായിരുന്നെങ്കിൽ, ഇന്ന് പകൽ ഞാൻ അഭിഷേകത്തോടെ പറയാ, ഒരു വീട് നിലനിൽക്കണമെങ്കിൽ ആ വീടിൻ്റെ അകത്തെ പിശാചിനെ പുറത്താക്കണം. ഒരു സഭ നിലനിൽക്കണമെങ്കിൽ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന പൈശാചിക മേഖലയെ പുറത്താക്കണം. ഒരു ദേശം നിലനിൽക്കണമെങ്കിൽ ആ ദേശത്ത് വ്യാപരിക്കുന്ന പൈശാചിക മേഖലയെ പുറത്താക്കണം. ഒരു രാജ്യം നിലനിൽക്കണമെങ്കിൽ ആ രാജ്യത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക മേഖലയെ പുറത്താക്കണം.